വെൽക്കം ടു ഷാഹി ഇഫക്റ്റ്. ഞാൻ ഇതുവരെ ഭാരത് മാതാ കി ജയ് എന്ന് ഒരു കമ്മ്യൂണിസ്റ്റുകാരനോ മറ്റേതെങ്കിലും പാർട്ടിക്കാരനോ വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. ചിലപ്പോൾ കോൺഗ്രസിന്റെ സേവാദളുകാരനൊക്കെ വിളിച്ചു കൊടുക്കുന്നത് എനിക്ക് അങ്ങനെ ഒരു 100% പറയാൻ പറ്റില്ല. ചിലപ്പോൾ വിളിച്ച് കാണുമായിരിക്കും. പക്ഷെ ആരും ഭാരത് മാതാ കി ജയ് വിളിക്കുന്നത് ഒരു ദിവസം ഞാൻ ടി വിയിൽ നോക്കുന്ന സമയത്ത് വിനോദ് ഭാരത് മാതാ കി ജയ് എന്ന് ആവേശത്തോടു കൂടി വിളിക്കുക. സത്യത്തിൽ അത് വിളിപ്പിച്ചത് ആരാണ്? ഗോവയിൽ നിന്ന് വന്ന രാജേന്ദ്ര അർലേക്കർ എന്ന് പറയുന്ന ഒരു ഗവർണറാണ്. അവിടെ ശരിക്ക് ആദ്യത്തെ വിമർശനം കൊണ്ട് തന്നെ CPI എന്ന് പറയുന്ന പാർട്ടി എക്സ്പോസ്ഡ് ആയി എന്നുള്ളതാണ്. എത്ര ടേൺ ആണ് അവർ അടിക്കുന്നത്. ഇത് മുമ്പുള്ള കേരളത്തിൽ നടക്കുമായിരുന്നു. കാരണം നമുക്കെതിരെ, അതായത് ഭാരതമാതാവ് എന്തോ മോശമാണെന്ന രീതിയിൽ പറഞ്ഞൊരാൾ തികച്ചും ഒരു അനൗചിത്യം അല്ലെങ്കിൽ ഒരു താനിരിക്കുന്ന ഒരു മന്ത്രി പദവി, ആ മന്ത്രി പദവിയുടെ ആ ബഹുമാന്യതയെ അപമാനിക്കുന്ന രീതിയിലാണ് അദ്ദേഹം ഒന്ന് പ്രസ്താവിക്കുന്നത്. നമ്മൾ പറയുമ്പോൾ മാന്യനാണ്, പരിസ്ഥിതി പ്രവർത്തകനാണ്, നല്ല ആളാണെന്നൊക്കെ പറയും. പക്ഷെ അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡ് വളരെ മോശമായിരുന്നു. കാരണം ഒരു ഗവർണർ, സംസ്ഥാനത്തിന്റെ ഭരണഘടനാ തലവനായ ഗവർണറുടെ രാജ്ഭവനിൽ വെച്ച് സർക്കാർ തന്നെ തീരുമാനിച്ച ഒരു പരിപാടി ഒരു മന്ത്രി രാഷ്ട്രത്തോടുകൂടി അതിന് പിന്മാറണം. അതിന്റെ കാരണം എന്താണ്? ഭാരതമാതാവിന്റെ പടം വെച്ചു. പക്ഷെ അദ്ദേഹം മാധ്യമ പ്രവർത്തകരോട് പറയുമ്പോൾ പറഞ്ഞു അതിൽ കാവിപ്പൊടി വെച്ചത് കൊണ്ടാണ് എനിക്ക് പ്രശ്നം എന്ന് പറഞ്ഞു. അപ്പൊ സത്യത്തിൽ അദ്ദേഹം പറയുന്ന കാര്യത്തിൽ അല്പമെങ്കിലും ഒരു തന്റെ ഇടം ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ വകുപ്പിന്റെ പേരിൽ സെക്രട്ടേറിയറ്റിൽ നടത്തിയ പരിപാടിയിൽ ഒരു ത്രിവർണ്ണ പതാക പിടിച്ചുകൊണ്ട് ഭാരത് മാതാവിന്റെ പടം വെക്കാമായിരുന്നു. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞത് ശരി എന്ന് നമുക്ക് തോന്നും. അപ്പം അദ്ദേഹം സത്യത്തിൽ ഈ ഇന്ത്യയുടെ പാരമ്പര്യത്തോടും സംസ്കാരത്തോടും പൈതൃകത്തോടും ഒക്കെ ഉള്ളൊരു വിരോധമാണ് അല്ലെങ്കിൽ എതിർപ്പാണ് എന്നുള്ളതിൽ അവരുടെ ആറ്റിറ്റ്യൂഡ് അതാണ്, അല്ല അവരുടെ നയം അതാണ്, അവരുടെ കാഴ്ചപ്പാട് അതാണ് നമുക്ക് വളരെ വ്യക്തമാണ്. പക്ഷെ എന്തുകൊണ്ടാണ് പിന്നെ അടുത്ത ദിവസം ഭാരത് മാതാ കി ജയ് വിളിച്ചതെന്നാണ് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നത്. അതും ബിനോയ് വിശ്വത്തിന്റെ പാർട്ടി. ആ പാർട്ടി എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ CPM-നെ കുറിച്ച് പറയുമ്പോൾ കേരളത്തിലെ വലിയ ശക്തിയുള്ള പാർട്ടിയാണ്. പക്ഷെ CPI എന്ന് പറയുമ്പോൾ ഒരു കൊല്ലം ജില്ലയിലും തൃശ്ശൂർ ജില്ലയിലും പിന്നെ അത്യാവശ്യം സ്ഥലത്തൊക്കെ കാണുന്ന ഒരു പാർട്ടിയാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട 4 വകുപ്പുകൾ അവർ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഞാനൊക്കെ ചെറുപ്പത്തിൽ ഞാൻ സ്കൂളിലേക്ക് പഠിക്കുമ്പോൾ എന്റെ ഹെഡ് മാസ്റ്റർക്ക് കൊടുക്കാൻ വേണ്ടി ജനൈകം പത്രം എന്റെ കയ്യിൽ പോവുകയാണ്. ആദ്യം മുതലേ നമുക്ക് CPIയെ കുറിച്ച് അറിയാം. പക്ഷെ CPIയെ കുറിച്ചുള്ള ധാരണ എന്ന് പറഞ്ഞാൽ അവര് വളരെ മാന്യന്മാരായ ആളുകളാണെന്നുള്ളതാണ്. കാരണം CPM-നെ പോലെ അവര് വെട്ടാൻ പോകുന്നില്ല, കൊട്ടാൻ പോകുന്നില്ല. CPI വളരെ നല്ല ആളാണ്, അച്യുതമേനോൻ വളരെ നല്ല ആളാണ് എന്നുള്ളൊരു ധാരണയാണ് പൊതുവെ ഉണ്ടാക്കിയിരിക്കുന്നത്. സത്യത്തിൽ അങ്ങനെയല്ല. സത്യത്തിൽ കാരണം ആ പാർട്ടി എന്ന് പറയുന്നത് ഒരു കുടുംബാധിപത്യ പാർട്ടിയാണ്. നിങ്ങൾ ഏതെങ്കിലും CPI-കാരനെ കണ്ടിട്ടുണ്ടോ? പുതുതായിട്ട് CPI-യിലേക്ക് വന്ന ഏത് CPI നേതാവിനെ എടുത്ത് നോക്കിയാലും അദ്ദേഹത്തിന്റെ അച്ഛൻ CPI. അപ്പൊ അങ്ങനെയല്ലാതെ പുതിയ തലമുറയിലേക്ക് വന്ന ഒരു പാർട്ടി അല്ലാതെ പരമ്പരാഗതമായിട്ട് വന്ന പാർട്ടിക്കാരാണ്. അവര് ചെയ്തു വെച്ച ദ്രോഹം എന്ന് പറയുന്നത് അത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മൊത്തം ദ്രോഹമാണ്. അതില് പല ചരിത്രകാരന്മാരും വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. കാരണം അത് ഒരു കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണലിന്റെ ഭാഗമായിട്ടാണ് അവർ ഇന്ത്യയിൽ പ്രവർത്തിച്ചു വരുന്നത്. ഇപ്പൊ നമ്മൾ ഹിന്ദിയിൽ പറയുമ്പോൾ ഭാരതീയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാണ് പറയുക. പക്ഷെ അവര് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ അവർ മലയാളത്തിൽ പറയുമ്പോൾ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുമെങ്കിലും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് രണ്ടും രണ്ടാണ്. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ലോകത്തെല്ലായിടത്തുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇന്ത്യയുടെ ഘടകം എന്നാണ് അവർ അവകാശപ്പെടുന്നത്. പക്ഷേ ഇവരുടെ നേതാവ് ലെനിൻ 1920-കളിലൊക്കെ അദ്ദേഹം പറഞ്ഞത് ഓരോ സ്ഥലത്തെയും തദ്ദേശീയമായിട്ടുള്ള സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങൾ, ദേശീയവാദികളുടെ പോരാട്ടത്തിൽ അവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ പങ്കെടുക്കണം എന്നാണ് പറഞ്ഞത്. പക്ഷേ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്തത് അവര് ഞങ്ങള് ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള കോൺഗ്രസിന്റെ സമരത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, പകരം ഞങ്ങൾ സോഷ്യലിസത്തിന് വേണ്ടിയാണ് സമരം ചെയ്യുന്നത് എന്നാ പറഞ്ഞത്. അപ്പൊ അവർ ഇന്ത്യയിലെ ജനാധിപത്യ പോരാട്ടത്തെ അവർ ഒരിക്കലും അംഗീകരിക്കുന്നില്ല. അതേപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഞാൻ ഈ വിഷയത്തിൽ നിന്ന് മാറിപ്പോലെ ഈ വിഷയം കൊണ്ടുവരുന്നതിന്റെ പിറകിലുള്ള ആളുകളുടെ മനോഭാവത്തെ കുറിച്ച് പറയാനുണ്ട്. കാരണം ആ പാർട്ടി രൂപീകരിച്ചതിന്റെ താഷ്കണ്ടിൽ വെച്ചിട്ട് ഞങ്ങൾക്ക് മുസ്ലിങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ, സ്വതന്ത്രമായി ഞങ്ങളുടെ മതചിന്താഗതി ജീവിക്കാൻ പറ്റില്ല എന്ന് കരുതിയിട്ട് പോയ ആളുകളെ താഷ്കണ്ടിൽ വെച്ച് സംഘടിപ്പിച്ചിട്ടാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ രൂപീകരിച്ചത്. അപ്പൊ അത് ഒരിക്കലും അതൊരു ഇന്ത്യൻ ആയിരുന്നില്ല. കാരണം അവരെല്ലാ കാലത്തും
വൈദേശികമായ ചിന്താഗതിയുടെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിച്ചത്. അതേസമയത്ത് ലോകത്തിലെ അനേകം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പ്രവർത്തിച്ചതൊക്കെ അതാത് രാജ്യത്തെ താല്പര്യത്തിന് വേണ്ടിയിട്ടുണ്ടായിരുന്നു. അത് സോവിയറ്റ് യൂണിയൻ ആയാലും ചൈന ആയാലും ഒക്കെ തന്നെ അവരുടെ രാജ്യത്തെ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് അവർ പ്രവർത്തിച്ചത്. പക്ഷെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിച്ചത് അവര് കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണലിലോ അല്ലെങ്കിൽ അതിന്റെ നേതാക്കന്മാരുടെ താല്പര്യത്തിന് വേണ്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് 1942 ക്വിറ്റ് ഇന്ത്യ സമരം നടക്കുന്ന സമയത്ത് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തെ ഉറ്റുകൊടുക്കുകയാണ് നമ്മുടെ കമ്മ്യൂണിസ്റ്റുകാർ ചെയ്തത്. അവര് പറയുന്നത് വർഗ സമരം എന്നാണ് അവർ സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അന്ന് അവർ പറഞ്ഞ വർഗ സഹകരണം വേണമെന്ന് പറഞ്ഞു. അതായത് ബ്രിട്ടീഷുകാരുടെ കൂടെ നിന്നിട്ട് നമ്മൾ വർഗ സഹകരണം നടത്തണമെന്ന് പറഞ്ഞത് 1942. കാരണം സോവിയറ്റ് യൂണിയനെ ഹിറ്റ്ലർ ആക്രമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും അവരെന്ത് ചെയ്തു? അവർ ബ്രിട്ടീഷ് ചേരിയിലേക്ക് വരികയാണ്. അപ്പൊ ഇവിടെ ബ്രിട്ടീഷുകാരുടെ എല്ലാ പൈസയൊക്കെ വാങ്ങിക്കൊണ്ട് ഇവിടുത്തെ സ്വാതന്ത്ര്യ സമരത്തെ അടിച്ചമർത്തുകയാണ്, വിട്ടുകൊടുക്കുകയാണ് കേരളത്തിലെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്തത്. അവർ പിളരുന്നത് തന്നെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി 1964 അവർ പിളരുന്നത് തന്നെ നമ്മൾ ചൈനയുടെ കൂടെ നിൽക്കണോ സോവിയറ്റ് യൂണിയന്റെ കൂടെ നിൽക്കണോ എന്നുള്ള ഒരു കാര്യത്തിന്റെ മുകളിലാണ് അവർ പിളരുന്നത്. ഇതാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവരുടെ ഒരു പാരമ്പര്യം. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് നമ്മൾ അതിലപ്പുറം പ്രതീക്ഷിക്കാൻ പാടില്ല എന്നുള്ളതാണ് സത്യം. കാരണം അവരുടെ തുടക്കം മുതൽ തന്നെ ചിന്താധാര നമ്മുടെ ദേശീയതയ്ക്ക് എതിരായിരുന്നു. ദേശീയതയ്ക്ക് എതിരായ കുറെ ആളുകളുണ്ട്. ഇപ്പൊ മതപരമായിട്ട് പിന്നെ ഞങ്ങൾ ലോകത്തെ എല്ലാം മൊത്തം കാണുമ്പോൾ ഈ ദേശീയത എന്ന് പറയുന്നത് സന്തുലിതമായിട്ട് ചിന്തിക്കുന്ന ആളുകളായിരിക്കും. അങ്ങനെയുള്ള മതവാദികളുണ്ട്. ആ മതവാദികൾ പക്ഷേ മറ്റ് രാജ്യങ്ങളിലെ ആ മതക്കാരൊക്കെ ആ രാജ്യത്തോട് സ്നേഹമുള്ള സമയത്ത് നമ്മുടെ രാജ്യത്തുള്ള ഈ മതക്കാർ മറ്റു രാജ്യത്തോടായിരിക്കും സ്നേഹം കാണിക്കും. അതേപോലെ തന്നെയാണ് രാഷ്ട്രീയവും. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാർ മറ്റു രാജ്യത്തോട് വിധേയത്വം പ്രകടിപ്പിച്ചു. പക്ഷേ നമ്മുടെ നാട്ടിന്റെ കൂടെ നിൽക്കാൻ ഈ കമ്മ്യൂണിസ്റ്റുകാർ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെയൊരു അവരെ ബ്രെയിൻ വാഷ് ചെയ്ത് എടുത്ത ഒരു സമൂഹമാണ് കമ്മ്യൂണിസ്റ്റുകാർ. അവരുടെ സ്വാധീനമാണ് സത്യത്തിൽ കേരളത്തിൽ ഇങ്ങനെയൊരു ചിന്താഗതി വളർന്നു വരാൻ കാരണം. ഇപ്പം നേരത്തെ നമ്മൾ സ്വാമി വിവേകാനന്ദനെ കുറിച്ചും അതേപോലെ തന്നെ വടക്കേ ഇന്ത്യയിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ മറ്റു ഭാഗത്ത് നടന്ന ദേശീയ പ്രസ്ഥാനത്തിന്റെയും സാമൂഹ്യ നവോത്ഥാനത്തിന്റെയും ഭാഗമായിട്ട് നമ്മളെ ഭാരതമാതാവിനെ കുറിച്ചൊക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ പറയാറുണ്ട്. 1905 അപരീന്ദ്രനാഥ ടാഗോറാണ് ആദ്യമായിട്ട് ഭാരതമാതാവിനെ വരച്ചത് എന്ന് പറയാറുണ്ട്. പക്ഷെ അതിനു മുമ്പ് 1898 രാജാ രവിവർമ്മ ഭാരതമാതാവിനെ വരച്ചത്. അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഈ അടുത്ത ആരും കൊണ്ടുവന്നതല്ല. കാരണം ഒരു രാജ്യം എന്ന് പറയുന്നത് വൈവിധ്യം ആവുന്നതാണ് ഒരു രാജ്യം എന്ന് പറയുന്നത്. ആ രാജ്യത്ത് അനേകം ഭാഷകൾ ഉണ്ടാവും, അനേകം മതങ്ങൾ ഉണ്ടാവും, അനേകം ഭൂപ്രദേശങ്ങൾ ഉണ്ടാവും, പല രീതിയിലുള്ള ഭക്ഷണം കഴിക്കുന്ന ആളുകളുണ്ടാവും, പല ചിന്താഗതിക്കാരുണ്ടാവും. പക്ഷെ അവരെ ഒരുമിച്ച് നിർത്തുന്നത് ഒരു സാംസ്കാരികമായ ഏകതയാണ്. ആ സാംസ്കാരികമായ ഏകതയെ പ്രതിനിധീകരിക്കുന്നതാണ് അതിന്റെ ചില സിംബലുകൾ. അങ്ങനെയുള്ള സിംബലാണ് ഭാരത മാതാവ് എന്ന് പറയുന്നത്. ഈ ഭാരത് മാതാ കി ജയ് എന്ന് പറയുന്നത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, കാരണം 1898 അന്ന് നമ്മളോട് പ്രസാദൊക്കെ പറഞ്ഞ RSSന്റെ കാവിക്കൊടി എന്നാ പറഞ്ഞത്, അല്ലെങ്കിൽ RSSന്റെ ഭാരത മാതാവ് എന്ന് പറഞ്ഞു. RSS രൂപീകരിച്ച ഡോക്ടർ എടക്കേവാറിന് 10 വയസ്സൊക്കെ ഉള്ള സമയത്താണ് നമ്മുടെ രാജാ രവിവർമ്മ ഭാരതമാതാവിന് ചിത്രം വരയ്ക്കുന്നത്. അപ്പൊ RSSകാരനല്ല ഭാരതമാതാവിനെ ഉണ്ടാക്കിയത്. ഭാരത് മാതാ സൊസൈറ്റി പഞ്ചാബിലൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലെ ഒരുപാട് ധീര ദേശാഭിമാനികൾ ഭാരതമാതാവിന് വേണ്ടി പ്രവർത്തിക്കാനാണ്. കാരണം നമ്മളൊരു കാര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ നമ്മളെ പ്രചോദിപ്പിക്കുന്ന കുറെ കാര്യങ്ങൾ വേണം. അങ്ങനെ നമ്മളെ ഒന്നിപ്പിക്കുന്നതാണ്. കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.